നിങ്ങൾ വാങ്ങുന്ന ഗോൾഡിന്റെ ഇൻവോയ്സ് എങ്ങനെയായിരിക്കണം? ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. ഒന്നാമത്തെ കാര്യം, ഗോൾഡ് വാങ്ങുന്ന ഷോപ്പിന്റെ പേരും അഡ്രസ്സും TRN നമ്പറും ഇൻവോയ്സിൽ ഉണ്ടോ എന്ന് നോക്കി പരിശോധിച്ച് ഉറപ്പാക്കുക. അടുത്ത കാര്യം, നിങ്ങളുടെ പേരും ID നമ്പറും ഇൻവോയ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇൻവോയ്സിൽ ഇൻവോയ്സ് നമ്പർ, ഗോൾഡ് വാങ്ങിയ ഡേറ്റ്, പേയ്മെന്റ് ടേംസ്, അതായത് ഗോൾഡ് വാങ്ങിയത് ക്യാഷിലൂടെയാണോ അല്ലെങ്കിൽ ബാങ്ക് ത്രൂ ആണോ പേയ്മെന്റ് നടത്തിയത് എന്ന ഡീറ്റെയിൽസും അന്നത്തെ ഗോൾഡിന്റെ റേറ്റും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. ഇനി നമുക്ക് ഇൻവോയ്സിലെ ഐറ്റത്തിന്റെ കോളം പരിശോധിക്കാം. സ്റ്റോക്ക് ഡിസ്ക്രിപ്ഷൻ കോളത്തിൽ നിങ്ങൾ വാങ്ങുന്ന ഗോൾഡ് ബാറിന്റെ വെയിറ്റ്, അതുപോലെ തന്നെ ബ്രാൻഡ് എന്നിവ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. ഇതുകൂടാതെ ഗോൾഡിന്റെ ഗ്രോസ് വെയിറ്റ്, പ്യൂരിറ്റി, പ്യുവർ വെയിറ്റ്, ബാർ നമ്പർ, സർട്ടിഫിക്കറ്റ് ചാർജ് എന്നിവ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. ഗോൾഡ് ഇൻവോയ്സിലെ പ്രൈസ് കോളം നോക്കാം. പ്രൈസ് കോളത്തിൽ ടോട്ടൽ പ്യുവർ ഗോൾഡിന്റെ പ്രൈസ്, സർട്ടിഫിക്കറ്റ് ചാർജിന് മുകളിലുള്ള 5% VAT എന്നിവ ചേർത്തായിരിക്കണം നമ്മൾ പേയ്മെന്റ് ചെയ്യുക. ഈ ഡീറ്റെയിൽസ് എല്ലാം വ്യക്തമായി അതിൽ ചേർത്തിരിക്കണം. അതിനു പുറമെ ഇൻവോയ്സിൽ കമ്പനി സ്റ്റാമ്പും ഓതറൈസ്ഡ് പേഴ്സന്റെ സിഗ്നേച്ചറും ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം ഇൻവോയ്സ് ഇൻവാലിഡ് ആണ്. അതുകൂടി ഓർമ്മിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഗോൾഡ് റിലേറ്റഡ് വീഡിയോകൾക്കായി ഫോളോ ചെയ്ത് ഫോളോവേഴ്സ് ഫാമിലി അംഗമാകാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും സൈനിങ് ഓഫ്.